വേറെ ഇപ്പോൾ കൂടുതൽ പറയണമെന്നുണ്ടെങ്കിൽ ഈ കല എന്ന് പറയുന്നത് ഏത് കലയും കലയുള്ളിടത്ത് കലാപം ഉണ്ടാകാൻ പാടില്ല, കലാപ അന്തരീക്ഷങ്ങളും ഉണ്ടാകാൻ പാടില്ല. അതാണ് കലകളെ പറ്റി നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല കാണുന്നത്. കലയുള്ളിടത്ത് കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന രീതിയിലുള്ള കലകളും കലാപത്തിന് പ്രേരകമായിട്ടുള്ള വസ്തുവകകളും എല്ലാം ഉപയോഗിക്കുന്ന ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് കാണുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഇവരുടെയൊക്കെ ഇവർ ആരുടെയെങ്കിലൊക്കെ കടമെടുത്ത് എഴുതുന്നതാണോ, ഏതെങ്കിലും പഴയ നോവലിൽ നിന്ന് എടുത്ത് വല്ല ഇംഗ്ലീഷ് നോവലിൽ നിന്നൊക്കെ എടുത്ത് പകർത്തി എഴുതുന്നതാണോ എന്താണെന്നൊരു സംശയം പോലും തോന്നും. പുതിയ സിനിമകളാണ്. അതെ, പുതിയ കോപ്പിയടി വല്ലതാണോ ഇതൊക്കെയാണ് ഞങ്ങൾക്ക്. കാരണം ഇവർക്ക് ഇങ്ങനെയുള്ള കഴിവുകൾ ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്നവർക്ക് അവരുടെ അത്രയ്ക്കും കഴിവുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണില്ല. ലഹരിയില്ലാതെ ഒരു പുതിയ ഒരു കഥ എഴുതാൻ സാധിക്കില്ലെന്നാണ് ഒരു വലിയ കലാകാരൻ പറഞ്ഞത്. ശരി, അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഏറ്റവും മ്ലേച്ഛമായൊരു ഇതാണ് ആ വർത്തമാനം ഞാൻ പറയുള്ളൂ. അങ്ങനെയാണ് ഈ MT വാസുദേവൻ, മുൾക്ക്രാജ് ആനന്ദ്, ഇങ്ങനെയൊക്കെ ഒരുപാട് സാഹിത്യകാരന്മാരുണ്ടായിട്ടുണ്ട്. അവരൊക്കെ ലഹരി ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ എഴുതിയത്. അവരൊന്നും ലഹരി ഉപയോഗിച്ചതാണ്. തകഴി ശിവശങ്കരപ്പിള്ള ഇവരൊക്കെ ലഹരി ഉപയോഗിച്ചവരാണ്. മുട്ടത്ത് വർക്കി ഇവരൊക്കെ ലഹരി ഉപയോഗിച്ചിരുന്ന ആൾക്കാരായിരുന്നു. അതൊന്നല്ല, ഇതൊക്കെ വെറുതെ ശുദ്ധ ബോഷ്കായിട്ടുള്ളൊരു കാര്യങ്ങൾ, ന്യായീകരണം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ.